ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള കേരള സംസ്ഥാനത്ത് ഇനി എന്തിന് വനവിസ്തൃതി വർദ്ധിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. 2 തവണയായി ഇടത് സർക്കാർ റിസർവ് ഫോറസ്റ്റാക്കി മാറ്റിയത് 19,000 ഏക്കറാണെന്നും UDF അധികാരത്തിൽ വന്നാൽ യാതൊരു നിബന്ധനകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുകയെന്നത് UDFന്റെ മുൻഗണനയിലുണ്ടെന്നും അദ്ദേഹം അടിമാലിയിൽ പറഞ്ഞു. UDFന്റെ മലയോര സമരയാത്രയ്ക്ക് അടിമാലിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സംസ്ഥാന കൺവീനർ M. ഹസൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി. ബഫർ സോൺ, CHR, പട്ടയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജനങ്ങൾക്ക് നീതിയും ശാശ്വത പരിഹാരവും സർക്കാർ ഉറപ്പാക്കണമെന്നാണ് UDFന്റെ ആവശ്യം. അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ മലയോര സമരയാത്രയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ റോഡ് ഷോയായി വേദിയിലെത്തിച്ചേർന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള കേരള സംസ്ഥാനത്ത് ഇനി എന്തിന് വനവിസ്തൃതി വർദ്ധിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസാരിച്ചു. 2 തവണയായി ഇടത് സർക്കാർ റിസർവ് ഫോറസ്റ്റാക്കി മാറ്റിയത് 19,000 ഏക്കറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. ജനങ്ങൾ ജീവിക്കണ്ടേ? ഇനി എന്തിനാണ് വനാതിർത്തി വികസിപ്പിക്കുന്നത്? ഇനി എന്തിനാണ് പുതിയ വനം? 2 പ്രാവശ്യമായി ഇടത് സർക്കാരുകൾ ഈ ഇടുക്കി ജില്ലയിൽ മാത്രം റിസർവ് ഫോറസ്റ്റ് ആക്കി മാറ്റിയത് 19,000 ഏക്കർ അല്ലേ? 2009 17,000 ഏക്കർ. ഇപ്പൊ ഈ 3-4 കൊല്ലം കൊണ്ട് 12 ചിന്നക്കനാലിൽ ഉൾപ്പെടെ 12,000 ഏക്കർ വീണ്ടും വനഭൂമിയായി നോട്ടിഫൈ ചെയ്തിരിക്കുക. അപ്പൊ അവിടെ ജീവിക്കുന്ന മനുഷ്യരെങ്ങോട്ട് പോകും? UDF അധികാരത്തിൽ വന്നാൽ പട്ടയം, CHR പോലുള്ള വിവിധ വിഷയങ്ങളിൽ യാതൊരു നിബന്ധനകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. UDF അധികാരത്തിൽ വരുമ്പോൾ യാതൊരു നിബന്ധനകളും ഇല്ലാതെ, 1 രൂപ വാങ്ങിക്കാതെ ഞങ്ങൾ ഈ പട്ടയ ഭൂമിയിൽ പണിത നിർമ്മാണ പ്രവർത്തനങ്ങൾ റെഗുലറൈസ് ചെയ്യും. വാക്കാണ്, അതുകൂടി പറയാനാ വന്നത്, വാക്കാണ്. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് UDFന്റെ മുൻഗണനയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ മുന്നണി കേരളത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് നൽകുന്ന വാക്കാണ്, നിങ്ങളുടെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ഞങ്ങളുടെ മുൻഗണനയിലുണ്ട്. അത് പരിഹരിക്കുക തന്നെ ചെയ്യും. എഴുതി വെച്ചോ, റെക്കോർഡ് ചെയ്ത് വെച്ചോ, UDFന് വേണ്ടി ഞങ്ങൾ നൽകുന്ന വാക്കാണ്. സ്വീകരണ യോഗത്തിൽ ദേവികുളം നിയോജക മണ്ഡലം UDF ചെയർമാൻ MB സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ OR ശശി സ്വാഗതം ആശംസിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ UDF സംസ്ഥാന കൺവീനർ M. ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പൊ ഇതിനിപ്പോ കാട്ടുപന്നിയെ വെടിവെക്കാൻ അധികാരം കൊടുത്തതുപോലെയല്ല, വ്യക്തമായ അധികാരം. കാട്ടുപന്നിയെ വെടിവെക്കാൻ അധികാരം കൊടുത്തു, അവർക്ക് ടോക്കൺ ലൈസൻസ് ഇല്ല, വെടിവെച്ച് കഴിഞ്ഞാൽ അതിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണമെന്നൊക്കെ. അതിലൊക്കെ ഒരുപാട് ആളുകൾക്ക് അമർശമുണ്ട്. വ്യക്തത വരുത്തിക്കൊണ്ട് കേന്ദ്ര നിയമത്തിൽ വ്യക്തമായി ഈ കാട്ടുമൃഗങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ കൊല്ലാനുള്ള അവസ്ഥയുള്ളത്. കർഷകരെ കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം കാണണം, വലിയ വിഷയമാണ്. അടിമാലിയിൽ വെച്ച് നടന്ന മലയോര സമരയാത്രയുടെ സ്വീകരണ യോഗത്തിൽ നേതാക്കളായ ഷിബു ബേബി ജോൺ, ജോസഫ് വാഴയ്ക്കൻ, ഡീൻ കുര്യാക്കോസ് MB, രാജൻ ബാബു, മോൻസ് ജോസഫ് MLA, ജോയി വെട്ടിക്കുഴി, DCC പ്രസിഡന്റ് CP മാത്യു, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യർ, K. സുരേഷ് ബാബു, S. അശോകൻ, റോയ് K. പൗലോസ്, EM അഗസ്തി, KMA ഷുക്കൂർ, MN ഗോപി, ഇബ്രാഹിംകുട്ടി കല്ലാർ, KA കുര്യൻ, AK മണി, KS സിയാദ്, PV സ്കറിയ, AP ഉസ്മാൻ, ബാവു P. കുര്യാക്കോസ്, KP അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി K. വർഗീസ് യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി. നിരവധി UDF പ്രവർത്തകരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.